കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് സാധനം മേടിക്കാൻ. നോക്കിയപ്പോൾ 40 രൂപ. ഞാൻ അങ്ങനെ കയ്യിൽ പൈസ എടുത്ത് വെക്കാറില്ല കേട്ടോ. കാരണം അങ്ങനെ വെച്ചാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിലവ് വരും. കയ്യിൽ പൈസ ഉള്ളപ്പോൾ അത് ചിലവാക്കാൻ തോന്നും. അക്കൗണ്ടിൽ കിടന്ന് നമ്മൾ അങ്ങനെ എടുക്കത്തില്ലല്ലോ. വൈദ്യുതി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലുലു മോളിലോട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല പൈസ ചിലവാകും എന്നുള്ളത്. അല്ല, ചിലവാകില്ല എന്നുള്ളത്. കൂടെ വരുന്നത് ആരാ നോക്കിയേ. എന്തായാലും നമ്മൾ ലുലു മോളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ അവസ്ഥ എന്താവും എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഫുൾ തിരക്ക്, കാല് വെക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി നടന്നു. ഞാൻ പിന്നെ കുഞ്ഞി ഇഡലീൻ്റെയൊക്കെ പാത്രം നോക്കി. പക്ഷെ അതിനേക്കാൾ വേറൊരു ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കാണിക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ എന്താ ഇതെടുത്തേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പാത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കറികളൊക്കെ വെക്കാമേ. അങ്ങനെ നമ്മൾ പച്ചക്കറിയുടെ സൈഡിൽ വന്നപ്പോൾ ഒരു വളത്തിനകത്ത് നിറയെ പച്ചക്കറികളും പൂക്കളും പിന്നെ അവിടെ നിന്ന് ചക്കയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം എൻ്റെ സെക്ഷൻ എത്തി. എനിക്ക് അച്ചാക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കൊട്ട സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ബില്ല് വന്നപ്പോൾ ഞാൻ ഞെട്ടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഞെട്ടിയില്ല അധികം. പക്ഷേ ഇപ്രാവശ്യം ബില്ലായില്ല കേട്ടോ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ നോക്കി വെച്ചോളൂ. ആർക്കും ഇടാം, ഏത് ഏജുകാർക്കും ഇടാം കേട്ടോ. എസ് സൈസ് എടുത്താൽ മതി. നോർമൽ ഈ ഒരു സ്കെൽറ്റൊക്കെ ആയിരിക്കുന്നവർക്ക് എസ് കറക്റ്റ് ആയിരിക്കും. എക്സസ് ഉണ്ടെങ്കിൽ അതും എടുത്തോളൂ കേട്ടോ. കുറേ നാളെ ഞാൻ വാങ്ങിച്ചിട്ട് ഇതിന് 2-3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.